ഒരു ആറ്റം അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട എനർജീനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് നിർബന്ധിച്ച് അതിൽ നിന്ന് വലിച്ചെടുക്കണം. അങ്ങനെ നിർബന്ധിച്ച് അതിൽ നിന്ന് പിടിച്ചു മാറ്റുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് എനർജി ഉപയോഗിക്കേണ്ടി വരില്ലേ? ആ എനർജീനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അതിൻ്റെ സൈസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഒരു ആറ്റത്തിൻ്റെ സൈസ് ഭയങ്കര വലുതാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് വാലൻസ് ഇലക്ട്രോൺ ഒരുപാട് അകലെയായിരിക്കും അല്ലേ? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻ്റാണ്, ഈ ഇലക്ട്രോൺ ആണ് നമ്മൾ. അപ്പോൾ ഈ പാരൻറ്റിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകലെയാണോ അത്രയും എളുപ്പമാണ് പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലേ? അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ഈ ന്യൂക്ലിയസിൻ്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ആ ഇലക്ട്രോൺ. സോ ആ ഇലക്ട്രോണിനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വളരെ കുറച്ച് എനർജി മാത്രമേ ചിലവഴിക്കേണ്ടി വരും. അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് നമ്മളെ വഴി തെറ്റിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വളരെ എളുപ്പമാണ്, കാരണം നമ്മുടെ പാരൻസിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ് അല്ലേ? സോ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ നിന്ന് അത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അതിനെ പ്ലക്ക് ചെയ്യാൻ എളുപ്പമാണ്. സോ വെൻ സൈസ്